നമസ്കാരം. തെറിക്കുത്തരം മുറിപ്പത്തൽ. പ്രിയമുള്ളവരെ, ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ എന്താണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താണ്? ഷേഖ് ഹസീന അവിടെ നിന്ന് രാജിവെച്ച് പലായനം ചെയ്ത് പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭാരതത്തിലേക്ക്, ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നപ്പോൾ നമ്മുടെ മലയാളത്തിലെ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പോലും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇനി അടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഗതി എന്നുള്ള തരത്തിലുള്ള പ്രചരണമൊക്കെയാണ് ചിലർ നടത്താൻ ശ്രമിച്ചത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്താണ്? ബംഗ്ലാദേശിൻ്റെ തലസ്ഥാന നഗരിയിൽ പോലും ഈ പ്രതിഷേധത്തെ ശക്തമായിട്ട് വിലയിരുത്തുകയാണ് അവിടെ ലോക മാധ്യമങ്ങളും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള മാധ്യമങ്ങളും. ഹിന്ദു, ക്രൈസ്തവ, ബുദ്ധ വിശ്വാസികൾ സംഘടിതമായിട്ട് ഈ ഏകപക്ഷീയമായിട്ടുള്ള മതഭീകരവാദികളുടെ കടന്നാക്രമണത്തെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് സംഘടിതമായിട്ട് ഹിന്ദു, ക്രൈസ്തവ, ബൗദ്ധ ഐക്യവേദി രൂപീകരിച്ചുകൊണ്ട് അവർ എല്ലാ സ്ഥലങ്ങളിലും, ബംഗ്ലാദേശിലെ എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമൊക്കെ തന്നെ വലിയ വലിയ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ച് രംഗത്ത് വരികയാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, അക്രമകാരികളെ എതിർക്കുവാൻ വേണ്ടിയിട്ട് അവരെ കൃത്യമായിട്ട് അവർ അർഹിക്കുന്ന തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് അവർ മാനസികമായി തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ബംഗ്ലാദേശിന്റെ കലാപത്തിന്റെ ആരംഭകാലത്ത് ആനന്ദിച്ചവർക്ക് ഇന്ന് സങ്കട കണ്ണുനീർ തന്നെയാണ് അവർക്ക് ഫലം എന്ന് നമുക്ക് പറയാതിരിക്കാൻ വഴിയില്ല. എന്തായിരുന്നു ഈ ജിഹാദി ഭീകരവാദികൾ മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? ഇന്ന് ബംഗ്ലാദേശിൽ നടന്നത് നാളെ ഭാരതത്തിലേക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഹിന്ദുക്കളായിട്ടുള്ള, അന്യമതവിശ്വാസികളായിട്ടുള്ള എല്ലാവരും ആ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ മതത്തിൻ്റെ ആധിപത്യത്തിലേക്ക് ആ പ്രദേശം മുഴുവൻ വന്നു ചേരും. അങ്ങനെ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മതാധിഷ്ഠിത ഭൂപ്രദേശമായിട്ട് അവിടെയെല്ലാം മാറ്റിയെടുക്കും എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റിമറിക്കും. ജനാധിപത്യ സംവിധാനങ്ങൾക്കൊന്നും അവിടെ യാതൊരു വിലയുമില്ല. രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്കോ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനത്തിനോ പുല്ലുവിലയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മതാധിപത്യത്തിൻ്റെ ഒരു പ്രസ്താവനകളായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയ വഴി നാം കണ്ടത്. പക്ഷേ അതിനെല്ലാം കനത്ത തിരിച്ചടി നൽകിയിരിക്കുന്നു ബംഗ്ലാദേശിലെ സ്വാഭിമാനികളായിട്ടുള്ള, ധർമ്മബോധമുള്ള, അല്ലെങ്കിൽ പ്രതിരോധശേഷിയുള്ള, പ്രതികരണശേഷിയുള്ള സമൂഹം സംഘടിച്ചെത്തി ഇത്തരത്തിലുള്ള മതമൗലികവാദികളെ തടയുവാൻ വേണ്ടിയിട്ടുള്ള ചങ്കൂറ്റം കാണിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിൻ്റെ മാളങ്ങളിൽ ഒളിഞ്ഞിരുന്ന് ഒളിയം പെയ്യുന്ന ദേശവിരുദ്ധത വാരിച്ചൊരിയുന്ന ഇവിടുത്തെ മത തീവ്രവാദികൾക്ക് പരാജയം തങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ നൽകുന്നത്. നിങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്നും പരാജയപ്പെടും. അത് പരാജയപ്പെട്ട ചരിത്രമാണ് ലോകത്തിലുള്ളത്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്തിയ ചരിത്രം തന്നെയാണ് ധർമ്മബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, അല്ലെങ്കിൽ സ്വധർമ്മത്തിൽ, സ്വാഭിമാനത്തിലൊക്കെ വിശ്വസിക്കുന്ന ഓരോ സമൂഹത്തിനും എടുത്തു പറയുവാനുള്ളത്. അതുകൊണ്ട് പരാജയത്തിൻ്റെ നാളുകൾ എണ്ണി കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണം എന്നാണ് ഈ തീവ്രവാദികളായിട്ടുള്ള ജിഹാദി പന്നികളോട് നമുക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്തേ.